Hi all, welcome to iPlus Training Solution. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A diode allows current to flow in which direction? Diode ആണെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും കറണ്ടിന്റെ ഫ്ലോ എന്ന് പറയുന്നത്? ഫോർവേഡ് ഡയറക്ഷൻ ആയിരിക്കും. ഒറ്റ ഡയറക്ഷനിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഓപ്പോസിറ്റ് ഡയറക്ഷനെ റെസ്ട്രിക്റ്റ് ചെയ്യും. ആ ഒരു പ്രോസസ്സിനെയാണ് റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡയോഡ് ആണെങ്കിൽ അവിടെ ഫോർവേഡ് ഡയറക്ഷൻ മാത്രമാണ് ഉണ്ടാവുകയുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഇൻഡക്റ്റൻസ്? ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഹെൻറി ആണ് അല്ലെ. ഇനി ഫാരഡ് ആണെങ്കിലോ അത് കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ആണ്. ജൂൾ ആണെങ്കിൽ എനർജിയുടെ യൂണിറ്റ് ആണ്. അടുത്തത് ഓം ആണെങ്കിൽ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ്. ഇനി a p-n junction for germanium has a barrier potential of approximately. ജർമേനിയം ആണെങ്കിൽ അവിടുത്തെ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഓർത്ത് വെക്കുക 0.3 വോൾട്ട് ആയിരിക്കും. ഓക്കെ, അവിടെ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസിനനുസരിച്ചായിരിക്കും ബാരിയർ പൊട്ടൻഷ്യൽ. ഇവിടെ ജർമേനിയം ആണ്. ജർമേനിയത്തിന്റെ ബാരിയർ പൊട്ടൻഷ്യൽ 0.3 വോൾട്ട് ആണ്. When a transistor operates in the active region, both the junctions are active region transistor operate ചെയ്യുമ്പോൾ both junctionsഉം ഫോർവേഡ് ബൈസ്ഡ് ആണോ റിവേഴ്സ്ഡ് ബൈസ്ഡ് ആണോ, ഇനി ഒരെണ്ണം ഫോർവേഡും ഒരെണ്ണം റിവേഴ്സും ആണോ, ഇനി ഇൻആക്റ്റീവ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതാണ്? ഒരെണ്ണം ഫോർവേഡും ഒരെണ്ണം റിവേഴ്സും ആണ്. അതില് ഫോർവേഡ് ഏതാണ്? എമിറ്റർ ബേസും അതുപോലെ തന്നെ ബാക്ക്വേർഡ് ആണെങ്കിൽ റിവേഴ്സ് ആണെങ്കിൽ കളക്ടർ ബേസും ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മുടെ ആപ്പിൽ ഉണ്ട്. നിങ്ങൾ അത് കണ്ടിട്ട് വേണം കേട്ടോ നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ പി ടൈപ്പ് സെമി കണ്ടക്ടർ ദ കറണ്ട് കണ്ടക്ഷൻ ഈസ് ഡ്യൂ ടു ഹോൾസ്, ആറ്റംസ്, ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്. പി ടൈപ്പ് ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? പി ടൈപ്പ് ആണെങ്കിൽ അവിടുത്തെ മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസ് ആയിരിക്കും. എൻ ടൈപ്പ് ആണെങ്കിൽ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആയിരിക്കും. ഇനി വാട്ട് ഈസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് എ ട്രാൻസിസ്റ്റർ? സിംപ്ലിഫൈ, ആംപ്ലിഫൈ, റെക്ടിഫൈ, ഓൾ ഓഫ് ദി എബവ്. ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ അല്ലെ ഏതാണ്? ആംപ്ലിഫൈ ആണ്. ട്രാൻസിസ്റ്ററിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒന്നേ ആംപ്ലിഫൈ ചെയ്യുക അല്ലെങ്കിൽ എന്താണ് സ്വിച്ച് ആയിട്ട് ഉപയോഗിക്കുക. ആംപ്ലിഫൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോ ഇൻപുട്ട് ആണ് കൊടുക്കുന്നതെങ്കിൽ, ഇപ്പൊ വോൾട്ടേജോ അല്ലെങ്കിൽ കറണ്ടോ ഒക്കെ ലോ ആണെങ്കിൽ അത് ആംപ്ലിഫൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഹൈ ഇൻപുട്ടിൽ കിട്ടും. അതാണ് ആംപ്ലിഫൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഇനി അടുത്തത് നോക്കുക. ഇൻ എ സെമി കണ്ടക്ടർ വാട്ട് ഈസ് റെസ്പോൺസിബിൾ ഫോർ കണ്ടക്ഷൻ? ഇലക്ട്രോൺസ് ഓൺലി, ഹോൾസ് only, both electrons and holes, neither electrons nor holes. ഏതാണ് ആൻസർ? ബോത്ത് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ്. ഏത് ടൈപ്പ് സെമി കണ്ടക്ടർ ആയിക്കോട്ടെ അതിൽ എന്താണ് കണ്ടക്ഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? ഇലക്ട്രോൺസും ഹോൾസും ഒരുപോലെയാണ്. ഇന്റർസെനിക് അല്ലെങ്കിൽ പ്യുവർ സെമി കണ്ടക്ടറിൽ രണ്ടും ഒരുപോലെ കണ്ടക്ഷന് ഉപയോഗപ്പെടുന്നു. ഇനി എക്സ്റ്റൻസെനിക് സെമി കണ്ടക്ടർ ആണെങ്കിൽ അത് രണ്ട് ടൈപ്പ് ഉണ്ട്. പി ടൈപ്പും ഉണ്ട്, എൻ ടൈപ്പും ഉണ്ട്. പി ടൈപ്പ് ആണെങ്കിൽ അവിടെ ഹോൾസ് ആണ് മെജോറിറ്റി കാരിയേഴ്സ്. എൻ ടൈപ്പ് ആണെങ്കിൽ എന്താണ്? അവിടെ ഇലക്ട്രോൺസ് ആണ് മെജോറിറ്റി കാരിയേഴ്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഹാപ്പൻസ് ടു ദ റെസിസ്റ്റൻസ് ഓഫ് ദ സെമി കണ്ടക്ടർ ഓൺ ഹീറ്റിംഗ്? ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സെമി കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ഹീറ്റ് ചെയ്യുമ്പോൾ ഡിക്രീസ് ആകും. നമുക്കറിയാം അല്ലെ, ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്താണ്? അവിടെ ഇലക്ട്രോണിന് ചാർജ് അല്ലെ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നോർമലി അവിടെ എന്തായിരിക്കും? അവിടെ ഫ്ലോ കൂടും, കണ്ടക്ഷൻ കൂടും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ ആൻ ഇന്റർസെനിക് സെമി കണ്ടക്ടർ അറ്റ് റൂം ടെമ്പറേച്ചർ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ആർ അൺഈക്വൽ, ഈക്വൽ, ഇൻഫിനിറ്റ്, സീറോ. ഇന്റർസെനിക് സെമി കണ്ടക്ടർ അല്ലെങ്കിൽ പ്യുവർ സെമി കണ്ടക്ടർ ആണെങ്കിൽ അവിടുത്തെ നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഹോൾസും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദ ഫോളോയിങ് ഈസ് എ യൂണിവേഴ്സൽ ഗേറ്റ്? നോട്ട്, ആൻഡ്, ഓർ, നാൻഡ്. ഇതിൽ ഏതാണ് യൂണിവേഴ്സൽ ഗേറ്റ്? ഓപ്ഷൻ ഡി ആണ്, നാൻഡ് ആണ്. നാൻഡും നോറുമാണ് യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയുന്നത്. ഈ നോട്ടും ആൻഡും ഓറും ഒക്കെ എന്താണ്? ബേസിക് ഗേറ്റ്സ് ആണ്. എന്താണ്? ബേസിക് ഗേറ്റ്സ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എ P-type semiconductor is positively charged, negatively charged, uncharged, none of the above. ഇത് repeated ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.
പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അൺചാർജ്ഡ് ആണ്. ഈ പി ടൈപ്പ് സെമി കണ്ടക്ടർ ആവുമ്പോൾ ശ്രദ്ധിക്കുക, അവിടുത്തെ ഡോപ്പിങ്ങിൽ വരുമ്പോൾ അവിടുത്തെ മെജോറിറ്റി ക്യാരിയേഴ്സ് ഹോൾസ് ആണെന്നേ ഉള്ളൂ. പക്ഷെ എന്താണ്? അവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് ഈക്വലി ആയിരിക്കും, പോസിറ്റീവും നെഗറ്റീവും ഈക്വലി തന്നെ ആയിരിക്കും ആ ഒരു മെറ്റീരിയലില്. അതുകൊണ്ട് തന്നെ എന്താണ്? അവിടെ അൺചാർജ്ഡ് ആയിരിക്കും. അവിടെ എന്ത് മാത്രമാണ്? ഹോൾ ആയിരിക്കും മെജോറിറ്റി ക്യാരിയേഴ്സ്. ഹോള് ഡോപ്പ് ചെയ്യുമ്പോൾ ഹോളിന്റെ എണ്ണമാണ് അവിടെ എന്താണ് നമ്മൾ മെജോറിറ്റി ക്യാരിയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് പോസിറ്റീവ്ലി ചാർജ്ഡ് എന്ന് എഴുതി വെക്കരുത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എനർജി ബാൻഡ് ഗ്യാപ്പ് ഈസ് മാക്സിമം വിച്ച് ഓഫ് ദി ഫോളോയിങ്? മെറ്റൽസ്, സൂപ്പർ കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്. ഇതിൽ ഏതിനാണ് എനർജി ബാൻഡ് ഗ്യാപ്പ് കൂടുതൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എനർജി അവിടെ ബാൻഡ് ഗ്യാപ്പ് കൂടുതലാണെങ്കിൽ അവിടെ നോർമലി എന്ത് കുറവായിരിക്കും? അവിടെ കണ്ടക്ടൻസ് കുറവായിരിക്കും. സോ ഏതാണ്? ഇൻസുലേറ്ററിനാണ് ഇവിടെ എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് മാക്സിമം. മെറ്റൽസിനും സൂപ്പർ കണ്ടക്ടേഴ്സിനും ഒക്കെ എന്താണ്? അവിടെ ബാൻഡ് ഗ്യാപ്പ് ഇല്ല, മറിച്ച് എന്താണ്? അവിടെ വാലൻസ് ബാൻഡും കണ്ടക്ടൻ ബാൻഡും എന്താണ്? ഓവർലാപ്പ് ചെയ്താണ് ഇരിക്കുന്നത്. ഇനി സെമി കണ്ടക്ടേഴ്സിനാണെങ്കിലോ സ്മോൾ ബാൻഡ് ഗ്യാപ്പേ ഉള്ളൂ. അവിടെ എന്തെങ്കിലും എനർജി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാനായിട്ട് പറ്റും? കവർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ആണ്, ഇൻസുലേറ്റേഴ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നോക്കുക, ദ ബാൻഡ് ഗ്യാപ്പ് ഈസ് മാക്സിമം ഇൻ ഇൻസുലേറ്റേഴ്സ്, ദ മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ ഇലക്ട്രോൺസ് ടു മൂവ് ടു കണ്ടക്ഷൻ ബാൻഡ്. This is contrary to the metal and superconductors, which has minimum band gaps facilitating the movement of electrons. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അറ്റ് അബ്സല്യൂട്ട് സീറോ സിലിക്കൺ ആക്ടേഴ്സ് വിച്ച് ഓഫ് ദി ഫോളോയിങ്? നോൺ മെറ്റൽ, മെറ്റൽ, ഇൻസുലേറ്റർ, സൂപ്പർ കണ്ടക്ടർ. ഏതാണ് ആൻസർ വരുന്നത്? ഇൻസുലേറ്റർ ആണ്. അതായത് നോർമൽ റൂം ടെമ്പറേച്ചറിൽ സിലിക്കൺ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? സെമി കണ്ടക്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അബ്സല്യൂട്ട് സീറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ടെമ്പറേച്ചർ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ടെമ്പറേച്ചർ കുറയുമ്പോൾ അവിടുത്തെ എന്താണ്? തെർമൽ എനർജി ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നോക്കുക, അറ്റ് അബ്സല്യൂട്ട് സീറോ ദ എലമെന്റ് silicon acts as insulator due to the absence of free electron in the conduction band. അപ്പോൾ അവിടെ എക്സൈറ്റ് ചെയ്യാനായിട്ട്, ഇലക്ട്രോണെ എക്സൈറ്റ് ചെയ്യാനായിട്ട് എനർജി ഇല്ല. അതുകൊണ്ട് തന്നെ കണ്ടക്ഷൻ ബാൻഡിൽ എന്തില്ല? ഫ്രീ ഇലക്ട്രോൺ ഇല്ല. അതുകൊണ്ട് അത് എന്തായിട്ട് ആക്ട് ചെയ്യും? ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി അറ്റ് വിച്ച് ടെമ്പറേച്ചർ പ്യുവർ സെമി കണ്ടക്ടർ ബിഹേവ്സ് സ്ലൈറ്റ്ലി ആസ് എ കണ്ടക്ടർ? ഏത് ടെമ്പറേച്ചറിലാണ് പ്യുവർ സെമി കണ്ടക്ടർ ബിഹേവ് സ്ലൈറ്റ്ലി ആസ് എ കണ്ടക്ടർ? ലോ ടെമ്പറേച്ചർ, റൂം ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചർ, സൂപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞിരുന്നു. ഹൈ ടെമ്പറേച്ചറിലാണ് എന്ത് കൂടുന്നത്? കണ്ടക്ഷൻ കൂടുന്നത് അല്ലെ? റെസിസ്റ്റൻസ് കുറയുമ്പോൾ കണ്ടക്ഷൻ കൂടി എന്തായിട്ട്? ഒരു കണ്ടക്ടർ ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എ പ്യുവർ സെമി കണ്ടക്ടർ ബിഹേവ് സ്ലൈറ്റ്ലി ആസ് എ കണ്ടക്ടർ അറ്റ് ഹൈ ടെമ്പറേച്ചർ. Their resistivity decreases as temperature increases. Therefore, at high temperature, semiconductors slightly act as a conductor. Okay. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. On doping germanium metal with a little amount of indium, what does on get? Intersonic semiconductor, insulator, N-type semiconductor, P-type semiconductor. ഏതായിട്ടാണ് ഡോപ്പ് ചെയ്യുന്നത്? ഇൻഡിയം ആയിട്ട് ഡോപ്പ് ചെയ്യുമ്പോൾ, ജെർമേനിയം ഇൻഡിയം ആയിട്ട് ഡോപ്പ് ചെയ്യുമ്പോൾ ഏത് ടൈപ്പ് സെമി കണ്ടക്ടർ ആണ് ലഭിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ടൈപ്പ് ആയിരിക്കും? പി ടൈപ്പ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? അതായത് എന്തുകൊണ്ടാണ്? ഈ ഇൻഡിയം എന്ന് പറയുന്നത് 13th ഗ്രൂപ്പ് എലമെന്റ് ആണ്. അതെന്താണ്? ട്രൈവാലന്റ് ആണ്. ട്രൈവാലന്റ് ആയതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും മെജോറിറ്റി? ഹോൾസ് ആയിരിക്കും മെജോറിറ്റി എന്ന് പറയുന്നത്. ബോറോൺ, ഇൻഡിയം, ഗാലിയം, ഇത് മൂന്നും എന്തെന്ന് പറയും? ആക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി എന്ന് പറയും. അവിടെ എന്തായിരിക്കും കൂടുതൽ? ഹോൾസ് ആയിരിക്കും കൂടുതൽ. സോ അത് എന്ത് ടൈപ്പ് ആണ്? പി ടൈപ്പ് സെമി കണ്ടക്ടർ ആണ്. ഇനി അടുത്തത് നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് വെൻ ആഡഡ് as an impurity into the silicon produced n type semiconductor? സിലിക്കൺ എന്ന് പറയുന്നത് 14th ഗ്രൂപ്പ് എലമെന്റ് ആണ്. അതിന്റെ കൂട്ടത്തില് N ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടാനായിട്ട് ഇതിൽ ഏത് ആഡ് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഫോസ്ഫറസ്, അലുമിനിയം, മാഗ്നീഷ്യം, സൾഫർ. നമുക്ക് ഈസി ആയിട്ട് പറയാം ഏതാണ്? ഫോസ്ഫറസ് ആണ് അല്ലെ? കാരണം എന്താണ്? എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആകണമെങ്കിൽ അവിടെ 15th ഗ്രൂപ്പ് എലമെന്റുമായിട്ട് ഡോപ്പ് ചെയ്യണം. ഇവിടെ 15th ഗ്രൂപ്പ് എലമെന്റ് എന്ന് പറയുന്നത് ഫോസ്ഫറസ് ആണ്. ഓക്കെ, അലുമിനിയം എന്ന് പറയുന്നത് 13th ഗ്രൂപ്പ് ആണ്. മഗ്നീഷ്യവും സൾഫറും നോർമൽ ആയിട്ട് എന്തിന് യൂസ് ചെയ്യുന്നില്ല? ഡോപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നില്ല. As phosphorus is pentavalent, it produces n-type semiconductor when added to silicon. They are called donor impurities. അപ്പോൾ n-type ആണെങ്കിൽ donor ആയിരിക്കും. ഇനി p ആണെങ്കിൽ അവിടെ trivalent ആണെങ്കിൽ അത് എന്തായിരിക്കും? അത് acceptor impurities ആയിരിക്കും. Okay. By adding phosphorus, extra valence electrons are added that become unbonded from individual atom. Okay, അപ്പൊ ഇതിൽ നിന്ന് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത്രയും നാളും കണ്ടിട്ടുള്ളത്. ഈ പറഞ്ഞതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ ഈ ഒരു ടോപ്പിക് പഠിക്കുക. എന്തായാലും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ പഠിക്കുക. താങ്ക് യു.